ഗൈസ് നമ്മൾ ചൂരയാണ് കേട്ടോ വാങ്ങിയത്. ചൂരയുടെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് മുറിച്ച് പീസാക്കി ചട്ടിയിലിട്ട് തന്നെ മുളകൊക്കെ പുരട്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചു. അപ്പോൾ ഒന്ന് മീനിലോട്ട് അതിൻ്റെ ഉപ്പും പുളിയും ഇതെല്ലാം പിടിക്കണമല്ലോ, ഉപ്പും എരിവൊക്കെ എല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ അതെല്ലാം പുരട്ടി വെച്ചതിന് ശേഷം അതിനുള്ള ഉള്ളി ഇഞ്ചി സാധനങ്ങളെല്ലാം അരിഞ്ഞ് വഴറ്റി രാവിലെ തന്നെ കറിയൊക്കെ ആക്കി. അപ്പോൾ കറിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുട്ടും മീൻകറിയും കൂടെ വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. പിള്ളേർക്ക് പുട്ടും മീൻകറിയായിട്ടൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ കക്കാർച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കക്കാർച്ചി റെഡിയാക്കി, സവോളയൊക്കെ വഴറ്റി അങ്ങനെ കക്കാർച്ചി റെഡിയാക്കി മൊരിച്ച് ഒക്കെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ചോറൊക്കെ റെഡിയാക്കി. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറിന് ചൂരക്കറിയും കക്കാർച്ചിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാച്ചിലെടുക്കണം എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാച്ചിലൊക്കെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കാച്ചിൽ റെഡിയാക്കി. നല്ല മീൻകറിയും ചൂടുള്ള മീൻകറിയും നല്ലപോലെ കുക്കറിലിട്ട് വെന്ത കാച്ചിലും കൂടെ മീൻകറിയുടെ ചട്ടിക്കകത്തോട്ടിട്ട് കാച്ചിലുമായിട്ട് മിക്സ് ചെയ്ത് കക്കാർച്ചിയും കൂടെ മിക്സ് ചെയ്ത് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. കട്ടൻ കാപ്പിയും കൂടെ ആയ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണും വരേക്കും ബൈ.